ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ അടിപൊളിയായിട്ട് ഇതുപോലെ ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിൽ നമ്മൾ ഇതിന്റെ ഒരുപാട് മുമ്പ് ഇതിന്റെ 2 കളേഴ്സ് ചെയ്തായിരുന്നു, പീച്ചും ഈ ഒരു സെയിം കളർ. അത് ചെയ്ത പാറ്റേൺ ഇതാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ ഇതിനകത്തോട്ട് ഒത്തിരി പേര് 2 പാറ്റേൺസ് ചെയ്തപ്പം സിമിലർ പാറ്റേൺ പടി വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് ചെയ്തത്. ഇതാ ഇതുപോലെയാ ചെയ്തത്. അപ്പൊ എല്ലാരും പറഞ്ഞു ഇനിയിപ്പോ ഒരു ആലിയ കട്ടിൽ ചെയ്യാൻ പറഞ്ഞു. ഈ ഒരു ഫാബ്രിക്കിലോട്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള നെക്ക് വർക്ക് കൊടുത്തിട്ട് ഇതേപോലെ ആലിയ കട്ടിന്റെ ചെറിയൊരു ലൈൻസ് വർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നല്ല ഫിനിഷിംഗിൽ അതുപോലെ ഒരു സ്കാറ്റർ ചെയ്ത സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ യോക്ക് നമ്മൾ കുറെ ഇങ്ങനെ ഒരുപാട് ഇറക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കയറി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആലിയ കട്ട് ചിലർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി അതല്ല, ആലിയ കട്ട് വേണ്ട, ഇത് 48 ലെങ്ത് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഫാബ്രിക് വരുന്നത് ക്രഷ്ഡ് ഓർഗൻസ ആണ്, നല്ല സൂപ്പർ ഫാബ്രിക് ആണ്. ഇനി ഈ പാറ്റേൺ വേണ്ട എന്നുള്ളവർക്ക് ഇതുപോലെ നമ്മുടെ വി നെക്കിലോട്ട് ഇതേപോലെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫാബ്രിക് ഉണ്ടോ, എത്രയും നല്ല രസമാട്ടോ, ഒരു ഡബിൾ ഷെയ്ഡൊക്കെ വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും ഈ ഫാബ്രിക്. അപ്പം അങ്ങനെ ഈ ഒരു പാറ്റേണിലോട്ട് വേണമെങ്കിലും ചെയ്തു തരാം. ഇനിയും ഇതിന്റെ തന്നെ സിമിലർ നമ്മൾ വേറൊരു കളറാണ് കേട്ടോ, ഇപ്പൊ ഈ കളർ മൊത്തം സ്റ്റോക്ക് ഔട്ട് ആയതാണ്. ഈ ഒരു കളറിലോട്ട് നമുക്ക് ഈ പടി വെച്ചിട്ടുള്ള ഈ ഒരു പാറ്റേൺ വേണമെങ്കിലും ഇതേപോലെ ചെയ്യാം. ഇത് കണ്ടോ, ഈ വർക്ക്. ഇനിയിപ്പം ഈ 2 വർക്കും വേണ്ടെന്നുള്ളവർക്ക് 3rd ഓപ്ഷനാണ് ഇതുപോലെ ഈ ഒരു വർക്ക് ഇതേപോലെ ചെയ്യാം. ഇത് പക്ഷെ കളർ വേറെയാണ്, ഞാൻ പിങ്കിലോട്ട് ഈ കളറിലോട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പം അങ്ങനെ 2 കളേഴ്സ് ഉണ്ട്, 2 പാറ്റേൺസ്. പിന്നെ ഇത് തന്നെ ഞാൻ വേറൊരു കളർ കാണിച്ചായിരുന്നു, അത് ഇതിന്റെ ഒപ്പം തന്നെ കാണിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഈ ഒരു ഫാബ്രിക്, ഇത് കുറച്ചും കൂടെ വേറൊരു പേപ്പർ, ഞാൻ പറഞ്ഞു ടസർ പോലെ തോന്നുന്ന ഒരു ഫാബ്രിക് ആണ്. അതിനകത്തൊരു ഡബിൾ ഷെയ്ഡ് ഉണ്ട്, കുറച്ചൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഇത്. ഇതിനകത്തോട്ട് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് ഇതേപോലെ ഉണ്ട്, സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സൂപ്പർ കളർ ആണ് കേട്ടോ ഇത്. കളർ ഇതിന്റെ ഭംഗി എക്സാക്ട് നമുക്ക് വീഡിയോ കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു കളർ ഉണ്ട്. അതുപോലെ ഇനി വേറെ ഞാൻ ഒരു ഹാൻഡ് വർക്കും കൂടെ കാണിച്ചു തരാം. അടിപൊളി, ഇതും ക്രഷ്ഡ് ഓർഗൻസയാണ് ഫാബ്രിക് വരുന്നത്. ഭയങ്കര ഭംഗിയായിട്ടോ ഈ ഫാബ്രിക് കാണാനായിട്ട്. ഇത് കണ്ടോ, ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇതിനകത്തോട്ട് നെക്കിലോട്ട് ഇതുപോലെ വി കട്ടിങ് കൊടുത്ത് ഇതേപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്ക് നല്ല സ്ക്വയർ നെക്കൊക്കെ കൊടുത്ത്. ഫാബ്രിക്കിന്റെ ടെക്സ്ചർ നിങ്ങൾ നോക്കി, ഇത് കണ്ടോ, ഇതുപോലെയാണ് ആ ഫാബ്രിക് വരുന്നത്. ഒരു ശരിക്കും ഒരു സിൽക്ക് പോലെ തന്നെ ഒരു ഡാർക്ക് കരിഞ്ഞ മെറൂണാണ്. അതിനകത്തോട്ട് ബ്ലാക്കിന്റെ ഒരു കയറി വരും, നല്ല രസമാണ്. റെഡ് അല്ല കേട്ടോ, ഫാബ്രിക് ആണ് ഇതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി. ഇതിന്റെ മെറൂൺ ആണ് ഈ ഒരു പാറ്റേണിലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 10 വർക്കിംഗ് ഡേയ്സ്, 10 to 15 വർക്കിംഗ് ഡേയ്സ് എടുക്കും കേട്ടോ ഇത് ചെയ്യാനായിട്ട്. നമുക്ക് ഇതുപോലെ ഓരോ കളേഴ്സിലും നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ബുക്ക് ചെയ്തിട്ട് 15 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പം അടുത്ത പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇത് ഫ്രണ്ടിൽ ഇത്രയും പോർഷൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നല്ല പീച്ച് കളർ ആട്ടോ, ഒരു പീച്ച് മെറ്റീരിയൽ ഞാൻ ക്ലോസ് ആയിട്ട് പിക്ക് ഇട്ടുതരാം. ഓക്കെ, അപ്പം അടുത്ത പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. വി നെക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടോ ഈ കളർ. ഇത് കുറച്ച് എന്റെ സൈസ് അല്ല കേട്ടോ, അതുകൊണ്ട് ഇത്തിരി വണ്ണം തോന്നും. അതായത് ലൂസ് ഫിറ്റ് ആണ്, നല്ല എന്റെ സൈസിനായിട്ട് ലൂസാണ്, എന്റെ സൈസ് ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ലെങ്ത് 48 വരുന്നുണ്ട്. അടിപൊളി കളർ ആട്ടോ. ഞാനിപ്പം ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലോട്ടാണ് ചെയ്തേക്കുന്നത്. സിമ്പിൾ ആയിട്ട് നെക്കിലോട്ട് വർക്ക്, മെറൂണിലോട്ട് ഇതുപോലെ നല്ല അടിപൊളി നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ. ഇത് ക്രഷ്ഡ് ഓർഗൻസ ആണ് ഫാബ്രിക്. ഇത് നമ്മള് കുറെ മുമ്പ് ചെയ്തായിരുന്നു ഇതിന്റെ 2 കളേഴ്സ്. അപ്പൊ ഒത്തിരി എൻക്വയറീസ് ഇപ്പോഴും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് ഫാബ്രിക് ഡിഫറൻസ്, കുറച്ചും കൂടെ ഒരു സിൽക്ക് പോലെ വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ. ക്രഷ്ഡ് ഓർഗൻസ തന്നെയാണ്. ശരിക്കും നമ്മളൊരു സിൽക്കിന്റെ ടസറൊക്കെ വേറെ ചെയ്തപ്പോൾ അതുപോലെ ഉണ്ട്. റോസ് സിൽക്ക് ടസർ, ആ ഒരു ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ക്ലോസ് ആയിട്ട്. ഇതിനകത്തോട്ട് നമ്മൾ യോക്കിലോട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പ് കൊടുത്തിട്ട് ഗോൾഡൻ കളറും ഗ്രീൻ കളറും കൂടെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ ബാക്ക് സൈഡ് ഇതേപോലെ വരും, പ്ലീറ്റ്സ് ഇതേപോലെ വരും. ഞാൻ ഇതിന്റെ ടെക്സ്ചർ ക്ലോസ് ആയിട്ട് ഒരു വീഡിയോ ഇട്ട് തരാം കേട്ടോ, കാരണം അല്ലെങ്കിൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാവും കണ്ടോ, ഒരു ചെറിയ ക്രഷ്ഡ് ആയിട്ട് ഇരുന്നിട്ട് ആ ഫാബ്രിക്കിൽ നല്ല ഭംഗിയാണ്, ഷൈനിങ് ഒക്കെ വന്നിട്ട് ഒരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ കളർ വരുന്നത്. അപ്പം ഇതിന്റെ എന്താ പറയാ, ലെങ്ത് 48 വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഫാബ്രിക്കിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പേലൈൻ ഇഷ്ടപ്പെടാത്തവർക്ക് സ്ലിറ്റ് വേണമെങ്കിൽ ചെയ്യാം. സെയിം പാറ്റേൺ തന്നെ, പ്ലീറ്റ്സ് ഒക്കെ ഇല്ലാണ്ട് സ്ലിറ്റ് വേണമെങ്കിലും ചെയ്യാം.